വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്നലെ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മുടെ രാജ്യം ലോകത്തിന്റെ മുമ്പിൽ കരുത്ത് കാട്ടി. അപ്പൊ ഈ വിഷയം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷെ അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട് വിജയേട്ടാ. ഒന്നാമത്തെ കാര്യം LRASH, ഇന്ത്യയുടെ ഒരു മിസൈലാണ്, DRDO വികസിപ്പിച്ച ഒരു മിസൈലാണ്. ഇത് കഴിഞ്ഞ ദിവസം അവിടെ പ്രദർശിപ്പിച്ചു. ഒരു ഈ മിസൈലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 15 മിനിറ്റിനകം ശത്രുക്കളുടെ താവളം തകർക്കാനായിട്ട് ഈ മിസൈൽ ഒരു 15 മിനിറ്റ്. ഈ മിസൈലിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1500 കിലോമീറ്റർ ആണ്. അപ്പോ പ്രതിരോധ വിദഗ്ധർ, ഇത് അനലൈസ് ചെയ്യുന്ന പ്രതിരോധ വിദഗ്ധർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അമേരിക്ക ഡീഗോ ഗാഴ്സിയെ പിടിക്കുകയാണ്. ഡീഗോ ഗാഴ്സിയെ പിടിക്കുകയാണെന്ന് പറഞ്ഞാൽ ഓൾറെഡി അമേരിക്ക അവിടെ ഉണ്ട്, പക്ഷേ അവരവിടെ അവരുടെ പവർ സ്ട്രക്ചർ അവർ പൊളിച്ചു പണിയുകയാണ് ഡീഗോ ഗാഴ്സിയെ. അപ്പൊ അങ്ങനെ പവർ സ്ട്രക്ചർ പൊളിച്ചു പണിയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് 1800 കിലോമീറ്റർ അപ്പുറമാണ് ഈ ഡീഗോ ഗാഴ്സിയ. പക്ഷേ ഇന്ത്യൻ മഹാസമുദ്രം ഇപ്പോഴും ഞങ്ങളുടെ അധീനതയിൽ തന്നെയാണ്, ഞങ്ങൾ ബ്ലൈൻഡ് അല്ല എന്ന് അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു താക്കീതായിട്ടാണ് ഈ മിസൈൽ എടുത്ത് അവിടെ വച്ചത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം 1500 കിലോമീറ്റർ ഈ റേഞ്ച് ഉള്ളത് ഞങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇന്ത്യൻ മഹാസമുദ്രം, ഇത് ഞങ്ങളുടെ സമുദ്രമാണ് എന്ന് അമേരിക്കയ്ക്ക് കൊടുത്ത ഒരു താക്കീതാണെന്ന് പറയുന്നു. അതൊന്ന്. രണ്ടാമത്തെ കാര്യമാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മുടെ ഭൈരവ് ബറ്റാലിയനെ പുറത്തിറക്കി. ഇന്ത്യയിലെ ഈ സൈന്യത്തിലെ ഒരു പുതിയ ബറ്റാലിയനാണ് ഭൈരവ് ബറ്റാലിയൻ എന്ന് പറയുന്നത്. എന്തിനാണ് ഈ ഭൈരവ് ബറ്റാലിയൻ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സൈന്യത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകരമായിട്ടുള്ള ബറ്റാലിയൻ എന്നാണ് ഈ ഭൈരവ് ബറ്റാലിയനെ പറയുന്നത്. നിയന്ത്രിത ആക്രമണത്തെയും നീതിനിഷ്ഠമായിട്ടുള്ള ശക്തിയെയും പ്രതീകപ്പെടുത്തുന്ന ഭഗവാൻ ശിവന്റെ ഉഗ്രവും സംരക്ഷണാത്മകവുമായ പ്രകടനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ഭൈരവ് എന്ന ഈ ബറ്റാലിയൻ ഉത്ഭവിച്ചിരിക്കുന്നത്. ആത്മീയമായി രചിക്കപ്പെട്ട ഒരു കൃതിയാണ് ഈ ഭൈരവ് എന്നുള്ളത്. എങ്കിലും യുദ്ധത്തിൽ വിനാശകരമായി ഉഗ്രത പുലർത്തുന്ന യോദ്ധാക്കളായിട്ടുള്ള സന്ത് സിപ്പാഹി, അതായത് വിശുദ്ധ സൈനികർ, അതിന്റെ ധാർമ്മികതയാണ് ഇവർ ഉൾക്കൊള്ളുന്നത് എന്നുള്ളതാണ് ഇവരുടെ പ്രധാന തത്വം എന്ന് പറയുന്നത്. എന്താണ് ഇവരുടെ ഈ സൈന്യത്തിന്റെ പ്രത്യേകത എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇത് എടുത്തിട്ടുണ്ട്. അതായത് നാളത്തെ യുദ്ധത്തിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ബറ്റാലിയൻ, ഇതാണ് ഭൈരവ് ബറ്റാലിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ പരമ്പരാഗത ആചാരപരമായിട്ടുള്ള വസ്ത്രങ്ങൾക്ക് പകരം പ്രവർത്തനപരമായിട്ടുള്ള യുദ്ധവസ്ത്രങ്ങൾ ധരിച്ച് ഭൈരവ് പട്ടാളക്കാർ ഘട്ടങ്ങളായിട്ടുള്ള യുദ്ധ അറേ രൂപീകരണം എന്ന രീതിയിലാണ് കഴിഞ്ഞ ദിവസം നീങ്ങിയത്. പതിറ്റാണ്ടുകളായി നമ്മുടെ സൈന്യം രണ്ട് വ്യത്യസ്ത രീതികളിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമതായി പരമ്പരാഗത ഇൻഫൻട്രി ബറ്റാലിയനുകളുണ്ട്. വിശാലമായ പ്രദേശങ്ങൾ കൈവശം വയ്ക്കാൻ ഉപയോഗിക്കുന്ന ഏകദേശം 800-900 സൈനികരുടെ വലിയ യൂണിറ്റുകളുണ്ട്. മറുവശത്ത് ശത്രു രേഖകൾക്ക് പിന്നിലെ രഹസ്യവും ഉയർന്നതുമായിട്ടുള്ള ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സ്കാൽപ്പലുകളായ എലൈറ്റ് പാരാ സ്പെഷ്യൽ ഫോഴ്സുകളുണ്ട്. ഇവരെ രണ്ടുപേരെയും സംയുക്തമായി ചേർത്തുകൊണ്ടാണ് ഭൈരവിനെ ഇന്ത്യ രൂപീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആധുനിക അതിർത്തിയിലെ ഏറ്റുമുട്ടലുകളും ഗ്രേ സോൺ സംഘർഷങ്ങളും ഒരു മധ്യനിര ആവശ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഭൈരവ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ഈ മധ്യനിരയ്ക്ക് രണ്ടുണ്ട് ഗുണം. ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഏത് മേഖലകളിലും ഇവർക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും. പർവ്വതങ്ങളിൽ പോയി ഫൈറ്റ് ചെയ്യണോ, അങ്ങനെ സാധിക്കും. മഞ്ഞിൽ പോയി ഫൈറ്റ് ചെയ്യണോ, അങ്ങനെ സാധിക്കും. നമ്മുടെ സ്വന്തം നാട്ടിൽ ആഭ്യന്തര കലാപം, അതിൻ്റെ ഇടയിൽ ഫൈറ്റ് ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിന് ഈ സൈന്യം വളരെയധികം പര്യാപ്തമാണെന്നാണ് പറയുന്നത്. ആഭ്യന്തരമായിട്ടുള്ള ഫൈറ്റ്, അതിനും ഇവർക്ക് സാധിക്കും. പരമ്പരാഗത ബറ്റാലിയനിൽ നിന്ന് വ്യത്യസ്തമായി 250 ഉയർന്ന വൈദഗ്ധ്യമുള്ള സൈനികരുടെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രൂപീകരണമാണിത്. സംഖ്യകൾ ചെറുതാക്കി നിലനിർത്തുന്നതിലൂടെ വടക്ക് കിഴക്കൻ മേഖലയിലെയും അതിർത്തികളിലെയും ദുർഘടവും സങ്കീർണവുമായ ഭൂപ്രദേശങ്ങളിൽ വിന്യസിക്കാൻ വേഗതയുള്ളതും കൂടുതൽ ചടുലവുമായിട്ടുള്ളൊരു സേനയും സൈന്യം സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ഭൈരവിലും. ഒരു ലൈൻ പിടിക്കാൻ മാത്രമല്ല അവരവിടെ ഉള്ളത്, മണിക്കൂറുകളോളം ഭീഷണികളോട് പ്രതികരിക്കാനാണ് ഈ ഭൈരവിനെ രൂപീകരിച്ച് നിർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഭൈരവ് വന്നതിന് പകരം ഇവരുടെ പല പല തന്ത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മണ്ണിന്റെ പുത്രന്മാർ എന്ന ആശയം എന്നറിയപ്പെടുന്ന ഒരു റിക്രൂട്ട്മെന്റ് തത്വചിന്തയാണ് ഈ 6th ബറ്റാലിയൻ ഭൈരവിനെ കിഴക്കൻ മേഖലയിൽ ഫലപ്രദമാക്കുന്നതെന്ന് പറയുന്നു. ഈ ബറ്റാലിയനിലെ പല ഉദ്യോഗസ്ഥരെയും അവർ പ്രതിരോധിക്കുന്ന പ്രദേശങ്ങളിൽ നിന്ന് തന്നെയാണ് റിക്രൂട്ട് ചെയ്യുന്നത്. ഇത് പ്രാദേശിക അഭിമാനത്തെക്കുറിച്ച് മാത്രമല്ല, അതിജീവനത്തെക്കുറിച്ച് കൂടെയുള്ള ഒരു സെറ്റപ്പാണ് എന്ന് പറയുന്നു. എന്തായാലും
ഈ ഓരോ പ്രദേശങ്ങളിൽ നിന്നും ആ പ്രദേശങ്ങളിൽ വളർന്ന അവിടെയുള്ള ഭൂപ്രദേശം, അവിടെയുള്ള സൂക്ഷ്മ കാലാവസ്ഥ, പർവ്വതങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കുറുക്കുവഴി, പ്രാദേശിക ഭാഷാഭേദങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കുന്ന പട്ടാളക്കാർ ഈ ഭൈരവ് ഇതിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇതൊരു ചെറിയ ഒരു നീക്കമല്ല ഇന്ത്യ നടത്തുന്നത്. ഇന്നലെ ഈ പട്ടാളക്കാർ മാർച്ച് ചെയ്യുമ്പോൾ അവരുടെ മുഖത്തെ ശൗര്യം കാണണമായിരുന്നു. ശൗര്യം, അതിഭീകരമായിട്ടുള്ള ശൗര്യം അവരുടെ മുഖത്ത് നമ്മൾ കാണാനായിട്ട് സാധിച്ചു. അപ്പൊ കഴിഞ്ഞ ദിവസം റോയിട്ടേഴ്സ് അതിലൊരു പട്ടാളക്കാരന്റെ മുഖം മാത്രം എടുത്തുകൊണ്ട് അവരുടെ ഒരു കവർ പേജ് ആക്കി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അപ്പോഴാണ് ഞാൻ യഥാർത്ഥത്തിൽ ഇത് കാണുന്നത്, അവരുടെ ശൗര്യം എത്രത്തോളം ഉണ്ടെന്ന്. സിഖ് തലപ്പാവൊക്കെ കെട്ടി അവരിങ്ങനെ വരുന്ന ഒരു കാഴ്ച നമുക്ക് ആ സമയത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഇന്ത്യ ഇപ്പോ ഈ ഭൈരവ് തുടങ്ങുന്നതിന്റെ പിന്നിൽ പെട്ടെന്നുള്ളൊരു നീക്കമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്തായാലും നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ 2.0 വരാനിരിക്കുന്നു. സിന്ദൂർ 2.0 വരാനിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനൊരു സാധനം, പോരാത്തതിന് 2.5-ൽ 0.5 നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് തന്നെയാണ് വരുന്നത് ശത്രുക്കൾ എന്നുകൂടെ പറഞ്ഞിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ നീക്കത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് ഇന്ത്യയുടെ ഈ നീക്കത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ ഇതെടുക്കല്ലോ, ആ പട്ടാളക്കാരന്റെ മുഖത്തെ ശൗര്യം റോയിട്ടേഴ്സ് അവര് കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ് കണ്ടാൽ തന്നെ നമുക്ക് തന്നെ ഒരു അമ്പോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യം. എന്താണ് തോന്നുന്നത്? അതെ, വളരെ കാലമായിട്ട് ഇന്ത്യൻ നമ്മുടെ ഭരണതലത്തിലുള്ളവര് ചിന്തിച്ചുകൊണ്ടിരുന്നതും ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ വിഷയമുണ്ട്. കാരണം നമ്മുടെ സോൾജിയേഴ്സ്, നമ്മുടെ സൈനികർ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ അവരെ ഒരുക്കി നിർത്തുന്നത്, ഇല്ലെങ്കിൽ അവരെ നിയോഗിച്ചിരിക്കുന്നത്. അവരുടെ നിയോഗം എന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ നമ്മളെ സുരക്ഷിതരാക്കുക, മറ്റു രാജ്യങ്ങളിൽ ആക്രമണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ്. പക്ഷെ പലപ്പോഴും നമ്മളുടെ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് ശേഷം പലപ്പോഴും ഈ സൈനികരെ ഈ രാഷ്ട്രപതി ഭരണത്തിന് കീഴിലും മറ്റുമൊക്കെ വിന്യസിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇവരുടെ മനോബലത്തെ അതിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ആഭ്യന്തരമായ വിഷയത്തിൽ ഇടപെടുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തന്നെ ഇവർ ഓൾറെഡി ഈ അതിർത്തികളിലും മറ്റുമൊക്കെ യുദ്ധം ചെയ്യാൻ ഉള്ള തക്ക മനസ്സും ആ ശരീരവും പ്രയത്നവുമായി നിൽക്കുമ്പോൾ പലപ്പോഴും വർഷങ്ങളോളം ഇല്ലെങ്കിൽ മാസങ്ങളോളം ഒക്കെ ഈ പലപ്പോഴും നമ്മുടെ വിവിധ ചില സംസ്ഥാനങ്ങളൊക്കെ രാഷ്ട്രപതി ഭരണവും പട്ടാള ഭരണമൊക്കെ ഉള്ള ചില സംസ്ഥാനങ്ങളിലൊക്കെ അവർക്ക് കിടക്കേണ്ടി വരുന്നു എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് അനവധി റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതും ഇതിനെക്കുറിച്ച് പഠന വിധേയമാക്കിയിട്ടുള്ളതും ഒക്കെയാണ്. അന്ന് തൊട്ടേ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം സൈന്യത്തെ നമ്മൾ ആവശ്യമില്ലാത്ത ഇതിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് തന്നെ നേരിടാൻ ഇപ്പൊ നമുക്ക് CRPF ഉണ്ട്, പോലീസിന് പറ്റാത്തതുകൊണ്ടാണല്ലോ ഇവരെല്ലാം വരേണ്ടി വരുന്നത്. അപ്പം അവരിലേക്ക് ഇല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ട് ഒരു സേന, കാരണം ഈ സൈന്യത്തിന്റെ എല്ലാ കരുത്തുമുള്ള ഒരു വിഭാഗത്തെ അതിനുവേണ്ടി ഒരുക്കുക. കാരണം ആ ഒരു ഭൂപ്രദേശം, ഇപ്പൊ ധനുഷ് പറഞ്ഞ ആ ഒരു മണിപ്പൂർ ആണെങ്കിൽ മണിപ്പൂർ, ഇല്ലെങ്കിൽ നാഗാലാൻഡ് ആണെങ്കിൽ നാഗാലാൻഡ്, അപ്പൊ അങ്ങനെയുള്ള പ്രദേശത്തെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരു വിഭാഗത്തെ എടുത്ത് അവർക്ക് കുറച്ചുകൂടെ എളുപ്പമാകുകയും അവർക്കിത് ഒരു ബുദ്ധിമുട്ടാകുകയും അവർക്കൊരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യാറില്ല. ഈ സാധനം സ്വാഭാവികമായി തന്നെ ഈ ജനങ്ങൾ സംഘടിപ്പിച്ച് വരുമ്പോൾ അത് നേരിടും. കാരണം ഈ പട്ടാളത്തിന്റെ കേസ് എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് എത്തുകയാണ്. കാരണം അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുന്നത്, ആഭ്യന്തരമായി നടക്കുന്ന ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുക ഇല്ലെങ്കിൽ അതിനെ നേരിടുക എന്നുള്ളതല്ല. അപ്പൊ അങ്ങനെ ഒരു ചിന്ത നേരത്തെ മുതലേ തന്നെ ഉണ്ടായിരുന്നു. അനവധി റിപ്പോർട്ടുകളും ഒക്കെ കേന്ദ്ര സർക്കാർ മുൻകാലങ്ങളിലും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒന്ന് വേണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതായത് ഈ നമ്മുടെ രാജ്യത്ത് നമ്മൾ പലരും കരുതുന്ന പോലെ നമ്മുടെ ശത്രുക്കൾ ഈ ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒന്നും അല്ല. അതിനകത്ത് തന്നെ നമ്മുടെ ഈ രാജ്യത്ത് തന്നെ ഏതാണ്ട് 0.5 എന്ന് നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ 0.5 ആണോ അതിലും മേളുണ്ടോ എന്ന് നമുക്കറിയില്ല, അങ്ങനെ ഒരു ശത്രു വിഭാഗം ഇവിടെ ഉണ്ട്. നക്സലിസ്റ്റുകള്, മത തീവ്രവാദ സംഘടനകള്, പിന്നെ മറ്റ് ഈ മനുഷ്യാവകാശ സംഘടനകളുടെ പേരിലോ ഇല്ലെങ്കിൽ മതപരിവർത്തന സംഘടനകളുടെ പേരിലോ ഒക്കെ ഉള്ള അനവധി സംഘങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇവർ നിരപരാധികളാണ് എന്ന് ചിലപ്പോൾ നമുക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം. ഇപ്പൊ നമ്മൾ അറിയാം, ഈ മാർച്ച് 31 മുമ്പ് നമ്മുടെ രാജ്യം ഒരു വലിയ വാർത്ത കേൾക്കും. അത് അവസാന ഘട്ടത്തിലാണ്. ഇനി നക്സൽ മുക്തമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. അതിന് നമ്മൾ കഴിഞ്ഞ 2ാം ടൈമിൽ അമിത്ഷാ കയറിയപ്പോൾ അദ്ദേഹം അത് പ്രതിജ്ഞയെടുക്കുകയും അന്നു മുതൽ തുടങ്ങിയ ഒരു പ്രവർത്തനം നമുക്കറിയാം. അതിന് നമ്മൾ സൈന്യത്തെ ഉപയോഗിച്ചിട്ടുണ്ട്, CRPF ഉണ്ടായിട്ടുണ്ട്, ചില സമയങ്ങളിൽ അസം റൈഫിൾസിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ വെച്ച് നമ്മളത് അടിച്ചൊതുക്കി ഇന്നലെ റിപ്പബ്ലിക് ഡേക്ക് ഏതാണ്ട് 31ഓളം ഗ്രാമങ്ങൾ, നക്സൽ ഗ്രാമങ്ങളിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയ വാർത്തയാണ്. ടോട്ടൽ 54 ഇത് ഉയർന്ന് ആഘോഷിച്ചു എന്ന് പറയുന്നത് ധനുഷ് തന്നെയാണ് ആ വാർത്ത അവതരിപ്പിച്ചത്. അപ്പോ ഇങ്ങനെ പോകുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു സേന ഇതിനു വേണ്ടി മാത്രം അവര് ഈ ആഭ്യന്തര വിഷയങ്ങളിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ അതിർത്തിയിലെ വിഷയങ്ങളും കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്ക്, കാരണം
നമ്മുടെ സൈന്യം അഭിമുഖീകരിക്കുന്ന കുറെ അധികം വിഷയങ്ങളുണ്ട്. നമ്മുടെ ഈ സംസ്ഥാനങ്ങളിൽ തന്നെ വരുമ്പോഴേ ഈ പിന്നെ റോഡ് ബ്ലോക്ക് ചെയ്യാറുണ്ട്, ടയറും മറ്റുമൊക്കെ കൂട്ടി കത്തിച്ചിട്ടിട്ടുമൊക്കെ. പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ കുറെ രാഷ്ട്രീയ തീരുമാനങ്ങൾ കൂടി ഈ നമ്മുടെ മിലിറ്ററി അനുഭവിക്കേണ്ടി വരും. ഇപ്പൊ പോണോ അങ്ങോട്ട്, അവിടെ അപ്പുറത്ത് ജനക്കൂട്ടം, അയ്യോ അവർ അത് ചെയ്യരുത്, വേദനിപ്പിക്കരുത്, ഇല്ലെങ്കിൽ അവരെ വിഷമിപ്പിക്കരുത്, ഇല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്തേ നീക്കാവൂ, ഇല്ലെങ്കിൽ അവരെ പിടികൂടുകയോ ചെയ്യാവൂ, ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട, ഇങ്ങനെയുള്ള ചില രാഷ്ട്രീയ തീരുമാനങ്ങൾ കൂടി വരും. മറ്റേതെന്ന് പറയുമ്പോൾ ആ ഒരു വിഷയം വരുന്നില്ല. അതിർത്തി എന്ന് പറയുമ്പോൾ അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട് ആ ഒരു വിഷയമേ വരുന്നില്ല അവർക്ക്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഭ്യന്തരമായിട്ടുള്ള ആ ഒരു വിഷയം, അങ്ങനെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളുമുണ്ട്. പിന്നെ പലപ്പോഴും ചീത്തപ്പേര് കേൾക്കുന്നതിനിടയാകാറുണ്ട്. സൈന്യത്തിന്റെ നിഷ്ഠൂരമായ ആക്രമണം, ഇല്ലെങ്കിൽ സൈന്യം വിവേചനമില്ലാതെ വെടിവെച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് സൈന്യത്തിന് മനോവീര്യത്തെ തകർക്കുന്നതായിട്ട് പലപ്പോഴും സൈന്യത്തിൽ തന്നെ ഭയങ്കരമായ ഒരു ശബ്ദം ഉയർന്നിട്ടുണ്ട്. കാരണം ഇവരെ ഇതിവിടെ കൊണ്ടിടുന്നു, നാട്ടുകാരായതുകൊണ്ടാണല്ലോ. ഇപ്പൊ പാകിസ്ഥാനിൽ ഒരുത്തനെതിരെ സൈന്യം വെടിവെച്ച് പാകിസ്ഥാനിൽ ഒരാൾ ഭരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. ആരെങ്കിലും പറയുമോ ഇന്ത്യൻ സൈന്യം നിഷ്ഠൂരമായിരുന്നു, ക്രൂരമായിരുന്നു എന്ന്? ആരും പറയില്ല. നമ്മൾ തന്നെ കൈയടിച്ചു. പക്ഷെ ഇത് ഈ സൈനികർ തന്നെ നമ്മുടെ ഈ നാട്ടിൽ തന്നെ വന്നിട്ട് ഇവിടെ വല്ല വെടിവെപ്പോ ഇല്ലെങ്കിൽ അത്തരത്തിലോ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിമർശനമുണ്ട്. അത് അവർക്ക് മാനസികമായിട്ട് ഉണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ശത്രുവല്ല, പക്ഷെ ക്രമസമാധാന നില പരിപാലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ അഖണ്ഡതയ്ക്ക് വേണ്ടിയിട്ടും പോരാടേണ്ടി വരുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇത് വരുന്നതോടുകൂടി ആ വിഷയം മാറിക്കിട്ടുന്നുണ്ട്. ഇവർ ആക്ച്വലി പട്ടാളക്കാർ തന്നെയാണ്, ഇവർ ഇതിനു വേണ്ടി മാത്രം ട്രെയിൻ ചെയ്തവരാണ്. ഇപ്പൊ നമുക്കറിയാം ഈ UK-യില് കുറച്ചു നാൾക്ക് മുമ്പ് അവിടെ വലിയ കലാപം ഉണ്ടായിരുന്നു. ഏതാണ്ട് 100-ൽ പരം സിറ്റികളിൽ വലിയ രീതിയിൽ കലാപം വന്നു. ഒരാഴ്ചക്കാലം ആ കലാപം അടിച്ചൊതുക്കാൻ പറ്റാത്ത രീതിയിൽ വളർന്നു. എന്തുകൊണ്ടാണ്? UK കണക്ക് വലിയ സെറ്റപ്പുള്ള ഒരു രാജ്യത്ത് ഒരാഴ്ച വേണ്ടി വന്നു ആ കലാപം നിയന്ത്രിക്കാൻ. അന്ന് അവർ പറഞ്ഞിരുന്നൊരു കാര്യം, അവർക്ക് ഇതുപോലെയുള്ള വർഗീയ കലാപങ്ങൾ നേരിട്ട് ശീലമില്ല, പരിശീലനമില്ല അവർക്ക്, അവിടുത്തെ ആ ഒരു പോലീസിന്. അപ്പം അവർക്കത് എങ്ങനെ കൈകാര്യം ചെയ്യും? ഇതിന് ഓരോന്നിനും ഓരോ മെത്തേഡാണ്. ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്നത് പോലെ കൊതുകിനെ കൊല്ലാൻ ആരും അണുബോംബ് ഉപയോഗിക്കാറില്ല എന്ന് പുള്ളി പറയുന്ന ഡയലോഗ് ഉണ്ട്. എന്ന് വെച്ചാൽ ഓരോന്നിനും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലേക്ക് വികസിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് CRPF നിലവിലുണ്ട്. അപ്പൊ CRPF-ന് മുകളിൽ നിൽക്കുന്ന ഒരു കമാൻഡോ കണക്ക് ഒരു ഫോഴ്സ് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഈ ഇടങ്ങളിൽ ഭീകരവാദ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ ഒരു മോബ് പെട്ടെന്ന് ഒരാൾക്കൂട്ടം ഉണ്ടാകുന്നു, ഒരു കലാപത്തിന്റെ രീതിയിലേക്ക് പോകുന്നു, അവരെ ഹാൻഡിൽ ചെയ്യാൻ തക്ക മാനസികാവസ്ഥയിലേക്കുള്ള ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയും. ഒപ്പം തന്നെ നമ്മുടെ സൈന്യത്തിന് ആ ചീത്തപ്പേര് പേരേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. മറ്റൊന്ന്, തന്ത്രപ്രധാനമായ പല മേഖലകളുണ്ട്. നമുക്കറിയാം കുറച്ചു നാൾക്ക് മുമ്പ് ഈ അസാം റൈഫിൾസിനെ വലിയ രീതിയിൽ ജമ്മു കാശ്മീരിലേക്ക് മാറ്റിയിരുന്നു. നമ്മൾ തന്നെ വാർത്ത ചെയ്തിരുന്നു. അതിന്റെ പിന്നിലുള്ള കാരണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ കാരണം എന്തായിരുന്നു? ജമ്മു കാശ്മീരിലെ ചെങ്കുത്തായ മലനിരകളിലേക്ക് കൂടുതൽ എളുപ്പത്തിൽ കടന്നു ചെല്ലാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒന്നായതുകൊണ്ടാണ് അസാം റൈഫിൾസിനെ കൂട്ടത്തോടെ അന്ന് ജമ്മു കാശ്മീരിലേക്ക് കൊണ്ടു. കാരണം അവിടുത്തെ ഈ ചെങ്കുത്തായ മലനിരകളിലും മറ്റുമൊക്കെ ഭീകരർ ഒളിച്ചിരിക്കുകയും ചെയ്തു, ഈ വനങ്ങളിലും മറ്റുമൊക്കെ. ഈ അസാം റൈഫിൾസിന് അതിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അവരെ മാറ്റിയത്. അപ്പം അതിന് പകരം എല്ലാ സംസ്ഥാനങ്ങളിലും, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മറ്റിടങ്ങളിലുമൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആ പ്രദേശം ശരിക്കറിയാവുന്ന, റൂട്ട് ശരിക്കറിയാവുന്ന, ക്ലൈമറ്റ് അറിയാവുന്ന ഒരു പ്രത്യേക വിഭാഗത്തെ ഒരു വിങ്ങിനെ ഇതിനു വേണ്ടി മാത്രം തയ്യാറാക്കി നിർത്തി കഴിഞ്ഞാൽ സൈന്യത്തിന്റെ മുകളിൽ ഓവർലോഡ് വരുന്നില്ല. സൈന്യത്തിൻ്റെതായ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി. അവർക്ക് മാനസികമായ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, അത് അവർക്ക് ഓവർലോഡ് വരുന്നില്ല. ഇത് പക്ഷെ ഇതിനു വേണ്ടി മാത്രമാകുമ്പോൾ സ്വാഭാവികവും ഇവർക്ക് കുറച്ചുകൂടെ കാര്യക്ഷമമായി വിഷയങ്ങൾ ഇടപെടാൻ കഴിയും. നമ്മൾ കണ്ടതാണ് ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? 21-ാം തീയതി വെളുപ്പിന് പാതിരാത്രിക്ക് റെയ്ഡ് തുടങ്ങുന്നു. നേരം വെളുത്ത് എല്ലാവരും ഉറക്കം എഴുതേക്കുന്നതിന് മുമ്പ് എല്ലാത്തിനും തൂത്തുവാരി കൊണ്ടുപോകുന്നു. റെയ്ഡ് കംപ്ലീറ്റ് ആയി നിരോധിക്കുന്നു. അപ്പൊ അത് ചടുലമായി ഇതിനേക്കാൾ സ്പീഡിൽ നടത്തുവാനായിട്ട് ഇങ്ങനെ ഒരു സംഘം വരുമ്പോൾ കഴിയും. അന്ന് നമുക്ക് ഒരു 2 3 അല്ലെങ്കിൽ 4 മണിക്കൂർ എടുത്തെങ്കിൽ ഇത് അത്ര പോലും വേണ്ടി വരില്ല. അതായത് ഭീകര ശക്തികളെ പൂർണ്ണമായി തന്നെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതും കമാൻഡോകൾ എന്ന് പറയുമ്പോൾ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ട കുറെ അധികം കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോഴും ഈ കലാപത്തെ കുറിച്ചൊക്കെയാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കലാപമല്ല, തട്ടിക്കൊണ്ടുപോകലുണ്ടാകാം, ചിലപ്പോൾ ഏതെങ്കിലും യാത്രാ വാഹനങ്ങൾ തടഞ്ഞു വെച്ച് ബലപേശം ഉണ്ടാകാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും. ഈ സമയങ്ങളിലൊക്കെ നമുക്ക് വേണ്ടത് ഇങ്ങനെയുള്ളൊരു ഫോഴ്സിനെയാണ് വേണ്ടത്. അന്നേരം നമുക്ക് സൈന്യത്തെ വിളിക്കാൻ പറ്റുമോ? കാരണം സൈന്യത്തിന്റെ അല്ലല്ലോ, പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കുക. ഇപ്പൊ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് എന്നൊക്കെ പറയുന്നത് പോലെ എല്ലാം തികഞ്ഞ കമാൻഡോകളുണ്ടെങ്കിൽ അതും സംഭവിക്കാം. നമ്മുടെ രാജ്യത്ത് ബന്ദിയാക്കപ്പെടുന്നില്ലേ? ബന്ദിയാക്കിയിട്ടുള്ള രാജ്യമല്ലേ ഇത്, കണ്ടഹാറിലും മറ്റുമൊക്കെ. നാളെ ബസ് തടഞ്ഞു വെച്ചിട്ട് അങ്ങനെ ചെയ്യാം.
ഇല്ലെങ്കിൽ ഒരു ട്രെയിൻ ഹൈജാക്ക് ചെയ്യാം. സാധ്യതകളാണ് ഞാൻ പറയുന്നത്. നമ്മൾ എല്ലാ സാധ്യതകളും മുൻകൂട്ടി കണ്ടുകൊണ്ടാണല്ലോ, അല്ലാതെ നമ്മൾ ഈ ഒരു ശത്രുവും നമുക്കില്ല, നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് കരുതിയിട്ടല്ല ഒരു രാജ്യം മുമ്പോട്ട് പോകാം. അങ്ങനെ ഉണ്ടാകാം. നമ്മൾ കണ്ടാണ് പാകിസ്ഥാനിൽ ജാഫർ എക്സ്പ്രസ് ഹൈജാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പം സാധ്യതകൾ ഉള്ളതാണ്. അവിടെയൊക്കെ പറന്നിറങ്ങാനും നിമിഷ നേരം കൊണ്ട് അതിനെ ഇല്ലാതാക്കാനും കഴിയുന്ന തരത്തിലേക്കാണ് ഈ ഭൈരവ് എന്ന് പറയുന്ന പുതിയ ബറ്റാലിയനെ കൊണ്ട് ഇന്ത്യ മുന്നിട്ടിറങ്ങും. അതായത് പുറത്തുള്ള ശത്രുവിനെ മാത്രമല്ല അകത്തുള്ള ശത്രുവിനും കൊടുക്കാനുള്ള നല്ല മരുന്നാണ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ അതിലും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ നക്സൽ മേഖലയിലൊക്കെ ഇനിയിപ്പോ അതിന്റെ ആവശ്യം വരുമോന്ന് അറിയത്തില്ല. നക്സൽ മേഖലയിലൊക്കെ ഇവര് പ്രവർത്തിച്ചു തുടങ്ങുമായിരിക്കാം. കാരണം അതൊരു വലിയ ടെറിട്ടറി ആണല്ലോ നക്സൽ മേഖല. ഒരു ജില്ല തന്നെയൊക്കെ പിടിച്ചെടുക്കുന്നത്. അങ്ങനെയുള്ള മേഖലകളിൽ ഒപ്പം തന്നെ ഈ വടക്ക് കിഴക്കൻ മേഖലയിലുള്ള വിഘടനവാദ പ്രശ്നങ്ങള്, മ്യാൻമാർ അതിർത്തിയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ സമർത്ഥമായി നേരിടാൻ ഈ ഒരു ബറ്റാലിയന് കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. നമുക്കറിയാം കാർഗിൽ യുദ്ധത്തിന് ശേഷമാണ് നമ്മൾ അത്തരം ഒരു അക്കാഡമി തന്നെ ഉണ്ടാക്കിയത്. അതായത് ഈ മലനിരകളിൽ യുദ്ധം ചെയ്യുന്ന ഒരു ബറ്റാലിയൻ തന്നെ നമുക്ക് ഉണ്ടാകേണ്ടി വരുന്നത് നമ്മൾ കാർഗിൽ യുദ്ധം കഴിയേണ്ടി വരെ വന്നു. അവിടെ എൻ്റെ ഒരു അക്കാഡമി ഉണ്ട്. ആ പേര് ഞാൻ ഓർക്കുന്നില്ല, ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും അതിന്റെ പടമൊക്കെ. ഇവിടെ നമ്മുടെ വ്ളോഗർമാരൊക്കെ പോയിട്ട് അവിടെ നിന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടാകുന്നത് കാർഗിൽ യുദ്ധത്തിന് ശേഷം. കാരണം ഓരോന്ന് സംഭവിക്കുമ്പോഴാണല്ലോ നമുക്ക് അതിനെക്കുറിച്ച് അറിവ് വരുന്നത്. ഈ ഭാവിയിലേക്കുള്ള ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ ഓരോ ഫോഴ്സും എപ്പോഴും ഉണ്ടാക്കുന്നത്. അതായത് ഒരു 10 വർഷം ഇല്ലെങ്കിൽ 50 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും, ഇല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും. ഇപ്പൊ നമ്മൾ കാണുന്നതൊക്കെയല്ല, ഈ ഹൈജാക്ക് ചെയ്യപ്പെടാം ചിലപ്പോൾ യാത്രാ ബോട്ടുകളോ ട്രെയിനുകളോ ഇല്ലെങ്കിൽ മറ്റു വാഹനങ്ങളോ അല്ലെങ്കിൽ ആൾക്കാർ സഞ്ചരിക്കുന്ന വിനോദ വാഹനങ്ങളോ ഒക്കെ ചെയ്യപ്പെടാം. നമുക്ക് അങ്ങനെ ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴും അതിനെയൊക്കെ ഇത് ചെയ്യാറുണ്ട്. അല്ലാതെ സൈന്യം അവിടുന്ന് വരട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ് അതിനകത്ത് മറ്റൊരു കാര്യം. കാരണം സൈന്യത്തിനേക്കാൾ ഉപരി ഇവർക്ക് ഇത്തരം ഓപ്പറേഷനുകളാണ് കൂടുതൽ പരിശീലനം. അതായത് കമാൻഡോ ഓപ്പറേഷൻ നടത്തി ഇവരെ രക്ഷപ്പെടുത്തുക, ഹോസ്പിറ്റലിൽ ഇവരെ പെട്ടെന്ന് എത്തിക്കേണ്ടവരെ എത്തിക്കുക, കൊല്ലേണ്ടവരെ കൃത്യമായി തന്നെ കൊല്ലുക. റൂട്ടടക്കം അറിയാവുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരുപക്ഷെ പ്രാദേശികമായ പോലീസിന്റെ സഹായം പോലും ഒരുപക്ഷെ ഇത്തരം ഗ്രൂപ്പുകൾക്ക് വേണ്ടി വരില്ല.